ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒരു ധൃതി പിടിച്ച ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടേണ്ടതുകൊണ്ട് രാവിലെ തന്നെ വേഗം ചായയൊക്കെ വെച്ചിട്ട് വേണം ചക്കീനെയും കിച്ചുമോനെയും വിളിച്ചെണീപ്പിക്കാൻ വേണ്ടി. നിങ്ങൾക്കൊക്കെ എന്നാ വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്നലെ ടൗൺ വരെ പോയപ്പോൾ 3-4 ഇത്താന്മാരെ കണ്ട്. അവർ പറഞ്ഞ് എൻ്റെ ബ്ലോഗൊക്കെ ഡെയിലി കാണാറുണ്ട്, അവർക്ക് ഇഷ്ടമാണെന്ന്. അങ്ങനെ ഒത്തിരി പേരിപ്പം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇനിയും നിങ്ങളെൻ്റെ ബ്ലോഗ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലോ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അതുപോലെ യൂട്യൂബിലോ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിക്കാത്തവരൊക്കെ ഉണ്ടോ? ചക്കിക്ക് സ്കൂളില്ലാത്ത ദിവസം ചക്കി രാവിലെ തന്നെ ആരും വിളിക്കാതെ എഴുന്നേറ്റ് വരുവേ. പക്ഷേ സ്കൂളുള്ള ദിവസങ്ങളിൽ ചക്കീനെ 8 മണി വരെ കിടന്ന് വിളിച്ചാൽ പോലും ചക്കി എഴുന്നേക്കത്തില്ല. ചക്കിനെ പോലെ വേറെ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ഉള്ള പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ കുറേ DM-ൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇപ്പം എന്താ അമ്പിളീനെ കാണുന്നില്ലാത്തതെന്ന്. അമ്പിളി വേറെ താമസിക്കുന്നത് കൊണ്ടാണ്. അമ്പിളി അങ്ങനെ വരുമ്പോഴൊക്കെ ബ്ലോഗിൽ വരുവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴൊക്കെയാണ് അവളുമായിട്ടുള്ള ബ്ലോഗൊക്കെ എടുക്കുന്നത്. ഇന്ന് അപ്പം ഒന്നും രാവിലെ വാങ്ങിയില്ലായേ. മുട്ടയും പഴവുമാണ് രാവിലത്തേന്. പിന്നെ ഇന്നലെ വൈകിട്ട് വാങ്ങിയ കുറച്ച് ഇടിയപ്പം ഇരിപ്പുണ്ട്. കഴിക്കാൻ സമയത്ത് ഞാൻ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുവേ. അന്നേരം ഉണ്ടാക്കിയ ഫ്രഷ് പോലെ ഇരിക്കുവേ, അതിലും സോഫ്റ്റായിട്ട് വരും. കിച്ചുമോനിക്ക് ചമ്മന്തി ഇഷ്ടമാണ്, അതുകൊണ്ട് കിച്ചുമോനിക്ക് കൊടുത്തുവിടാൻ വേണ്ടി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുവാണ്. ഇച്ചിരി തേങ്ങായും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 2 ചെറിയ ഉള്ളിയും ഇച്ചിരി വാളംപുളിയും ഉപ്പും വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുവേ. കിച്ചുമോനിക്ക് ആ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ കൊടുത്തു വിടുവാണെങ്കിൽ, കുറച്ച് പയറ് കറിയും കൂടെ വെച്ചാൽ അവൻ്റെ കാര്യം ഓക്കെ ആയി. എല്ലാവരും പിള്ളേർക്ക് കിഴങ്ങ് പൊരിച്ചത് കൊടുത്തു വിടുന്ന കാണാം. എൻ്റെ 2 മക്കളും കിഴങ്ങ് പൊരിച്ചത് കഴിക്കത്തില്ല, അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. ഇവരാരും കഴിക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല. എന്നാലും ചിലപ്പോൾ ഒക്കെ തോന്നിയിട്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചിക്കൻ വറുക്കാൻ അടുപ്പിലിട്ടിരിക്കുവാണ്. ചിക്കൻ വെന്തും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറ് വടിച്ചെടുത്താൽ മതി. ബാക്കിയൊക്കെ അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എടുപ്പിൻ്റെ കൂടത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര താമസമാണ്, പെട്ടെന്ന് സമയം പോകും. സാധാരണ കുക്ക് ചെയ്യുന്ന പോലെയല്ല, വീഡിയോ എടുപ്പും കുക്കിങ്ങും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ സമയം വേണ്ടി വരും. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ചക്കീനെ കുളിപ്പിച്ചെടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് അവനെ ഒരുക്കി എടുക്കുവാണെങ്കിൽ തന്നെ ഒരു ആശ്വാസമാണ്. അവനെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ട് അവനിക്ക് ആ ഫുഡ് വാരി കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ബസ്സിൻ്റെ ഓണടി കേൾക്കുവാണെങ്കിലും വേഗം പോകാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ലാസ്റ്റാണ് അവനിക്ക് ഫുഡ് വാരി കൊടുക്കുന്നത്. കിച്ചുമോനിക്ക് 8:30 ആകുമ്പം പോകണേ. 8:35 ബസ്. അപ്പം പിന്നെ അവനിക്കുള്ള പെട്ടെന്ന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുവാണ്. ചക്കിയുടെ ബസ് 8:50 വരുന്നത്. എന്നാലൊരു 10-15 മിനിറ്റും കൂടെ അത് കഴിഞ്ഞ് കിട്ടുമല്ലോ. ചക്കിക്ക് ഡെയിലി ഒരു പെൻസിലും ഒരു സ്കെയിലും ഒരു റബ്ബറും ഒരു കട്ടർ പെട്ടിയും കൊടുത്തു വിടണേ. വൈകിട്ട് വരുമ്പം ഇതൊന്നും കാണുകയില്ല. വീണ്ടും പിറ്റേന്ന് ഇങ്ങനെ തന്നെ. ചക്കിക്ക് എല്ലാ ദിവസവും ഓരോന്നാണ്. പിറ്റേന്ന് ഇവർ ചെന്ന് കഴിയുമ്പോൾ ഇവർ ആൻറ്റിമാർ തൂത്തുവാരുമ്പം ചോദിക്കാറുണ്ട്, ഇത് ആരുടേതാണ് ഈ പെൻസിൽ, ഈ കട്ടർ പെട്ടി എന്നൊക്കെ. അപ്പോൾ ഇവർ പറയും ഇവർ ആരുടെയോ അല്ലെന്ന് പറയും. ലാസ്റ്റ് ഞാൻ പരാതി പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ആൻറ്റിമാർ എന്നോട് പറയും, ഞങ്ങൾ ഇവരെ കാണിക്കുന്ന, അപ്പോൾ ഇവരാരും ആരുടെ അല്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ അനങ്ങാതിരിക്കുന്ന കാണാമെന്ന്. അങ്ങനെ ഇത് ചക്കിയുടെ ബസ് വന്നു. ചക്കി സ്കൂളിൽ പോകുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.